ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായൊരു കൺസെപ്റ്റാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കൺസ്യൂമർ ബിഹേവിയറിന് 2 അപ്രോച്ചസ് ആണുള്ളത്, 2 സമീപനങ്ങളാണുള്ളത്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, രണ്ടാമത്തേത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യൂട്ടിലിറ്റി നമ്പറിന്റെ രൂപത്തിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. അതേസമയം നമ്പറിന്റെ രൂപത്തിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കാത്ത യൂട്ടിലിറ്റിയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് പ്രിഫറൻസ്, മുൻഗണനയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ യൂട്ടിലിറ്റി കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്പറിന്റെ രൂപത്തിൽ അതിൽ അളക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സംതൃപ്തി നമുക്ക് നമ്പറിന്റെ രൂപത്തിൽ അളക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സംതൃപ്തി അല്ലെങ്കിൽ യൂട്ടിലിറ്റി വ്യത്യസ്തമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഐസ്ക്രീമിനെ സംബന്ധിച്ച് ഐസ്ക്രീം ഇഷ്ടമുള്ള വ്യക്തിക്ക് അതിനോട് കൂടുതൽ ഉപയുക്തത, അതായത് യൂട്ടിലിറ്റി, സംതൃപ്തി ഉണ്ടായിരിക്കും. അതേസമയം ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത വ്യക്തിക്ക് യൂട്ടിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. പിന്നെ കാലങ്ങൾക്കനുസരിച്ച്, സ്ഥലങ്ങൾക്കനുസരിച്ച് യൂട്ടിലിറ്റി എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വസ്തു കാശ്മീരിലുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്നതും തമിഴ്നാട്ടിലെ ഒരു വ്യക്തി ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് എയർ കണ്ടീഷണർ, AC കൂടുതലായിട്ടും ഡിമാൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? തമിഴ്നാട്ടിലായിരിക്കും. കാരണം എന്താണ്? ചൂടുള്ള കാലാവസ്ഥയിൽ അവർക്കത് കൂടുതൽ ആവശ്യമുണ്ട്, ഏതിനേക്കാൾ? തണുപ്പുള്ള കാശ്മീരിനേക്കാൾ. അപ്പോൾ സ്ഥലങ്ങൾക്കനുസരിച്ച് യൂട്ടിലിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസ്ക്രീമിനെ പോലെ തന്നെ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ബിരിയാണി ഇഷ്ടമുള്ള വ്യക്തിക്ക് അതിനോട് കൂടുതൽ ഉപയുക്തത ഉണ്ടായിരിക്കും. അതുപോലെ വെജ്, നോൺ വെജ്, ഇതും അതുപോലെ തന്നെയാണ്. യൂട്ടിലിറ്റി വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത വ്യക്തികൾക്ക്. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നോക്കാം. യൂട്ടിലിറ്റി എന്നുകൊണ്ട് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു ആവശ്യത്തെ സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ന് പറയുക? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യൂട്ടിലിറ്റി ഇല്ലാത്ത വസ്തുക്കളെ നമുക്ക് ഏതാണെന്ന് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുമ്പ് ഒക്കെ നമ്മൾ ബുക്കിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് റോട്ടൺ എഗ്, അതൊരു യൂട്ടിലിറ്റി ഇല്ലാത്ത ഒന്നായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ നമ്മൾ അത് നോക്കിയോ, ചീമുട്ട, അതിനൊരു ഉപയോഗമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനും എന്തുണ്ട്? ഉപയുക്തതയുണ്ട്. ഒരു കല്ല് നമ്മൾ അതിന് ഉപയുക്തതയുണ്ടോ എന്ന് ചോദിക്കും. ആ കല്ല് വളരെ അത്യാവശ്യമായിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവിടെയും ഉപയുക്തതയുണ്ട് ആ വസ്തുവിന് എന്ന് മനസ്സിലായി. അപ്പോൾ ഉപയുക്തതയില്ലാത്ത ഒരു വസ്തുവും ഇല്ല, ഉപയോഗയോഗ്യത ഇല്ലാത്ത ഒരു വസ്തുവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് യൂട്ടിലിറ്റിയുടെ തരങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി എന്നിങ്ങനെ 2 ടൈപ്പ് യൂട്ടിലിറ്റിയെ നമുക്ക് തരംതിരിക്കാം. അതിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തു നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ആയിട്ടുള്ള യൂട്ടിലിറ്റി, മൊത്തത്തിലുള്ള സംതൃപ്തി. ഉദാഹരണത്തിന് നമ്മൾ 5 ജിലേബി കഴിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ 5 ജിലേബിയിൽ നിന്ന് കിട്ടുന്ന മൊത്തം സംതൃപ്തിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റ് ഉപയോഗിക്കുന്നതോറും അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കൂടി കൂടി വരുന്നു. ഇപ്പോൾ ജിലേബി അല്ലെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് അല്ലെങ്കിൽ പരിപ്പുവട അല്ലെങ്കിൽ പഴംപൊരി, ഇങ്ങനെ ഏത് വസ്തു വേണമെങ്കിൽ നമുക്ക് അതിലെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തു ആയിരിക്കണം എന്നുള്ളൂ. അപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട വസ്തു കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കൂടി കൂടി വരും എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ഈ ടോട്ടൽ യൂട്ടിലിറ്റി ഏതാണ്ട് മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അത് കുറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അത് നമുക്ക് തീരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു വസ്തു എത്ര നമ്മൾ ഉപയോഗിച്ചോ അതിന് കിട്ടിയ ടോട്ടൽ ആയിട്ടുള്ള ആ സംതൃപ്തിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എങ്കിൽ, അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക്
സം ഓഫ് ദി മാർജിനൽ യൂട്ടിലിറ്റീസിനെ നമുക്ക് എന്തെന്ന് പറയാം? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലെത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? സീറോയിലെത്തും. ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യാനായിട്ട്, കുറയാനായിട്ട് തുടങ്ങുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? നെഗറ്റീവ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു ടേബിൾ, അതിന് ഡയഗ്രം ഒക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതിന് ഒരു ഫോർമുലയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനതിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.